നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. റഷ്യയുമായി ഒരു പുതിയ ഉടമ്പടിയിലേക്ക് എത്തിച്ചേരുകയാണ് ഇറാൻ. അത് ഒരുപക്ഷെ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഒരുപോലെ പ്രഹരം നൽകുന്ന കാര്യമാണ്. റഷ്യ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലമതിക്കാനാകാത്ത രീതിയിലുള്ള പിന്തുണ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അവർ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇറാനോടൊപ്പം രംഗത്ത് വരികയും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് റഷ്യ കൃത്യമായി വിസ്തരിച്ച് പറയുകയും ചെയ്തതോടുകൂടി ഇപ്പോൾ US പുതിയ കരാറിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഭരണാധികാരി അസ്തമയത്തിലേക്കാണ്. എപ്പോൾ വേണമെങ്കിലും അയാൾ കാരാഗ്രഹത്തിലേക്ക് എത്തപ്പെടുന്ന നാളുകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രതിപക്ഷ പാർട്ടി അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ സയനിസ്റ്റ് ഭരണത്തിൻ്റെ പര്യവസാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ഡൊണാൾഡ് ട്രംപിന് വായാട്ടി നടക്കുന്ന നെതന്യാഹു, ട്രംപിൻ്റെ ഇച്ഛാശക്തിക്കനുസരിച്ച് മാത്രം കാര്യങ്ങൾ നീക്കുന്ന നെതന്യാഹു ഇറാനെ പലതും ചെയ്ത് പ്രകോപിപ്പിക്കാം എന്ന് വിചാരിച്ചപ്പോൾ സ്വയം സർവനാശത്തിലേക്ക് കുഴി തോണ്ടുകയാണ്. ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഗാസ മുനമ്പിൽ ബാക്കി അവശേഷിക്കുന്നവരെ കൂടി തീർത്ത് കളയാമെന്ന നെതന്യാഹുവിൻ്റെ പൈശാചിക ബുദ്ധി പൊളിച്ചെഴുതുകയാണ് ഹമാസും ഹൂതികളും ചേർന്ന്. ഹൂതികൾ കൃത്യമായി ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നു. നിങ്ങളുടെ രാജ്യത്തകത്ത് കയറി ഞങ്ങൾ കൃത്യമായി കണക്ക് തീർക്കുമെന്നാണ് ഇപ്പോൾ ഹൂതി നേതാവായിട്ടുള്ള യഹ്യ സരി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, ഇതുവരെ ചെങ്കടലിൽ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ട ഹൂതി വിമതർ ഇസ്രയേലിൽ കയറി മാന്തും എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം 25,000 സ്ക്വയർ കിലോമീറ്റർ, അവർക്ക് ഏറെ വിലപ്പെട്ട ആ ഭൂമി എന്നേക്കുമായി തച്ചുടയ്ക്കാൻ കൃത്യമായ അജണ്ടകളുമായി ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പും റഷ്യയും കൂടി ഒരുമിച്ചിറങ്ങിയാൽ യൂറോപ്യൻ യൂണിയന് പല കണക്കുകളും തെറ്റും. 2 കൊല്ലത്തിനിടയിൽ മരിച്ച 60,000 ഫലസ്തീനികൾക്ക് നീതി ഉറപ്പാക്കണമെങ്കിൽ ഇസ്രയേലിൻ്റെ സർവനാശവും കണ്ടേ അടങ്ങൂ എന്നാണ് യഹ്യ സരിയുടെ പ്രഖ്യാപനം. ഇതൊരുപക്ഷെ ചരിത്ര നീക്കം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുമായി റഷ്യ ഒരു ധാരണയിലേക്ക് എത്തിച്ചേരുമ്പോൾ വലിയ ഒരു സ്ഫോടനാത്മക സാഹചര്യമാണ് ഇപ്പോൾ മധ്യേഷ്യയിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് വ്യക്തമാവുകയാണ്. എണ്ണ ഉപരോധവുമായി ബന്ധപ്പെട്ട് ഇറാനെയും റഷ്യയും കുടുക്കിക്കളയാമെന്നുള്ള അമേരിക്കൻ തന്ത്രങ്ങളും ഒളിഞ്ഞടുങ്ങുകയാണ്.